അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം? ഇനി 12ാം ദിവസം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് 2, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ് 2 തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 4ാമത് സോഷ്യൽ റീഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഈ ഒരു ഒറ്റ സാധനത്തെ എന്ത് ചെയ്തേക്കണം? ഡിഗ്രി നിലവാരത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് ഇതും നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ മുമ്പോട്ട് കൊണ്ടുപോകാനായി. ഇപ്പോൾ ഹരിത വിപ്ലവം നടക്കുന്നു, അതേപോലെ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബൊക്കാറോയും മലബാർ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനങ്ങൾ, അതുപോലെ മലബാർ കലാപം, ഇതെല്ലാം പഠിക്കണം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്കുള്ള ഒരു 50 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. SI LST സെക്രട്ടറി ഉൾപ്പെടുന്ന ഡിഗ്രി പ്രാഥമിക പരീക്ഷയ്ക്ക് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ, ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് ഈ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ കഴിയും, യാതൊരു സംശയമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം, എന്താണ് ഒരു ദിവസം പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് സഹായകരമാവുന്ന വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്കുള്ള ഒരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാൻ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, സമയം കളയുന്നില്ല, കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 100 മാർക്കിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതല്ല. നമുക്ക് ഒരിക്കലും സിലബസും കവർ ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ പ്രധാനപ്പെട്ട മാർക്ക് വെയിറ്റേജ് ഉള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് 70 മാർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് 70 മാർക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 65 to 70 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 50 സ്റ്റഡി പ്ലാൻ ഡേയിൽ, ഈ 50 ഡേ സ്റ്റഡി പ്ലാനിൽ 40 ദിവസം എന്ന് പറയുന്നത് സ്മാർട്ട് സ്റ്റഡി ഡേയും 10 ദിവസം എന്ന് പറയുന്നത് സ്മാർട്ട് റിവിഷൻ ഡേയുമാണ്. അതായത് 4 ദിവസം പഠിക്കും, 5ാം ദിവസം റിവിഷൻ ആണ്. ഇങ്ങനെ 40 ദിവസം പഠിക്കും, 10 ദിവസം നമ്മൾ റിവിഷൻ ചെയ്താണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് 5 മുതൽ 6, 7 മണിക്കൂർ വരെ മാറ്റിവെക്കേണ്ടി വരും. ഓക്കെ, ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ കൂടുതൽ സമയമെടുക്കും, ചില വിദ്യാർത്ഥികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 5 മണിക്കൂർ മതിയാവും, ചിലപ്പോൾ 6 മണിക്കൂർ മതിയാവും, ചിലപ്പോൾ 7 മണിക്കൂർ മതിയാവും. സോ ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. മോർണിംഗിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര മണിക്കൂർ പഠിക്കാം, അതിനുശേഷം വൈകുന്നേരം ഇത്ര മണിക്കൂർ പഠിക്കാം. ഇപ്പം 6 മണിക്കൂർ പഠിക്കുന്നവർ ആ വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ദിവസം 6 മണിക്കൂർ മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ 3 മണിക്കൂർ മാറ്റിവെക്കാം, ഈവനിങ്ങിൽ നിങ്ങൾക്ക് 3 മണിക്കൂർ മാറ്റിവെക്കാം. ഇനി അതല്ല, 2 മണിക്കൂർ ഇടവിട്ട് ആദ്യം 2 മണിക്കൂർ പഠിക്കുന്നു, ഫുൾ ഡേ മാറ്റിവെക്കാനുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസൃതം എന്ത് ചെയ്യാം, ഇവിടെ ഹവർ മാറ്റി കുറിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ 50 മാർക്ക് സ്പെഷ്യലാണ്. അതായത് 50 മാർക്ക് എന്ന് പറയുന്നത് മാത്സ്, അതേപോലെ ഇംഗ്ലീഷ്, മലയാളം, ഈ 3 സബ്ജക്റ്റിനുമായിട്ട് പ്രിലിംസിൽ വരുന്നത് 50 മാർക്കാണ്. സോ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ ഈ 3 സബ്ജക്റ്റിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ കടന്നു പോവുക. അപ്പോൾ ഈ 50 മാർക്കാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഈ 50 മാർക്കിനെ ടാർഗറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഡിഗ്രി ലെവലിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഏത് ഭാഗത്തു നിന്ന് വന്നു, ബാക്കിയുള്ള സിലബസിൽ ഏത് ഏരിയയ്ക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സബ്ജക്റ്റുകളിലെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്കാണ് നമ്മൾ ഈ 50 ദിവസം പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാം പഠിച്ചു തീർക്കില്ല, മറിച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? ഇനി നമ്മൾ ഈ ഒരു 8 PYക്കും നമ്മുടെ മുമ്പിലുള്ളത്, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ PSC നടത്തിയിരിക്കുന്നത് 8 പരീക്ഷകളാണ്. 2021, 2022, 23 വർഷങ്ങളിലായിട്ട് പല ഫേസിലായിട്ട് 8 പരീക്ഷകൾ നടന്നിട്ടുണ്ട്. മൊത്തം 800ഓളം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കൂടാതെ ഡിഗ്രി നിലവാരത്തിലുള്ള മറ്റു ചില പരീക്ഷകളും നടന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഏകദേശം ഒരു 1000ഓളം ചോദ്യങ്ങളാണ് ഡിഗ്രി നിലവാരത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്. ഇതും നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ മുമ്പോട്ട് കൊണ്ടുപോകാനായി. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ കഴിയും. ഒപ്പം തന്നെ മെയിൻസിലെ പല ടോപ്പിക്ക് നിങ്ങൾക്ക് ഇതിലൂടെ കവർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, ധാരാളം മോക്ക് ടെസ്റ്റുകൾ എഴുതണം. എൻട്രി ആപ്പിലും ധാരാളം മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഈ പറഞ്ഞ സെയിം സ്റ്റഡി പ്ലാനും ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതേപോലെ എലിമിനേഷൻ ടെക്നിക്സിന്റെ അവയർനെസ്, അതേപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് ലൈവ് ഡിസ്കഷൻ, അതുപോലെ PDF നോട്ട്സ്, ഒപ്പം തന്നെ ഡെയിലി എക്സാംസ്, മോക്ക് എക്സാം, പ്രീവിയസ് ഇയർ എക്സാംസ്, ഇത്രയും ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന 50 ഡേയ്സ് സ്മാർട്ട് സ്റ്റഡി ഗോൾഡ് ബാച്ച് എൻട്രി ആപ്പിൽ ആരംഭിക്കാൻ പോവുക എന്നുള്ള സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 19-ാം തീയതിയാണ്
ഈ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗോൾഡ് ബാച്ച് തുടങ്ങാൻ വേണ്ടി പോകുന്ന ഒരു ക്രാഷ് ഗോൾഡ് ബാച്ച് ആണ്. 50 days സ്മാർട്ട് സ്റ്റഡി ഗോൾഡ് ബാച്ച് ആണ്. അപ്പോൾ അതിലേക്ക് ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. നിരവധി ഒത്തിരി വിദ്യാർത്ഥികൾ അതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നില്ല. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുക. നിങ്ങളോടൊപ്പം ഒരു മെൻഡർ ഉണ്ടാവും. മെൻഡർ സപ്പോർട്ടോടു കൂടി ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് എൻട്രി പുതിയൊരു ഗോൾഡ് ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമ്മുടെ പിൻ കമന്റിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഇല്ല എങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്പർ പോകുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇനി ഞാൻ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാനിവിടെ പറയാൻ പോകുന്ന 50 സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ വേറെയുള്ള ക്ലാസ്സുകൾ കണ്ടോ മറ്റ് യൂട്യൂബ് ചാനലിലൂടെ മറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. വട്ടവർ എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. റാങ്ക് ഫെയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എൻ്റെ റാങ്ക് ഫെയിലും ഉണ്ട്, നിങ്ങൾക്ക് മറ്റു റാങ്ക് ഫെയിൽ എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. 1 year എടുത്തവർക്ക് എൻട്രി ആപ്പിന്റെ നോർമൽ ക്ലാസ്സുകളിലൂടെയും ഇത് ഫോക്കസ് ചെയ്യാം, ഇത് ഫോളോ ചെയ്യാം. ഒപ്പം തന്നെ ഈ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മുടെ എൻട്രിയുടെ നോർമൽ ബാച്ചിൽ എക്സാം സീരീസ് ഉണ്ട്. അപ്പോൾ അത് എൻട്രിയിൽ നോർമൽ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു എക്സാം സീരീസും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില നിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ്: നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം അനുവദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണ് കൂടുതൽ വെല്ലുവിളി ഉള്ളത് ആ വിഷയത്തിന് നിങ്ങൾ കൂടുതൽ സമയം അനുവദിക്കാൻ ശ്രമിക്കുക നമ്മുടെ സ്റ്റഡി പ്ലാനിൽ. ഒപ്പം തന്നെ വീക്ക് ഏരിയാസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കൂടി ആവണം നിങ്ങളുടെ റിവിഷൻ ഡേ എന്ന് പറയുന്നത്. നമ്മൾ 4 ദിവസം പഠിച്ചു, 5ാം ദിവസം റിവിഷൻ ഉണ്ടല്ലോ. ഈ 5ാം ദിവസം കഴിഞ്ഞ 4 ദിവസം പഠിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്ത, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന വീക്ക് ഏരിയാസിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീക്ക് ഏരിയ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ റിവിഷൻ ഡേ മാറ്റിവെക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളുടെയും മോക്ക് ടെസ്റ്റുകളുടെയും പരിശീലനം മാക്സിമം പതിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മാനസിക ക്ഷീണം ഒഴിവാക്കാൻ വേണ്ടി ഇടവേളകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 6 മണിക്കൂറോ 7 മണിക്കൂറോ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ മണിക്കൂറിനിടയിലും ഓരോ സബ്ജക്റ്റുകൾ പഠിച്ചു കഴിയുമ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടവേളകൾ എടുക്കുക. ഒരു 10 മിനിറ്റ് ഇടവേള എടുക്കുക, 15 മിനിറ്റ് ഇടവേള എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മുൻഗണനകളും പഠനശീലങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി വേണം ഷെഡ്യൂൾ കൊണ്ടുപോകാനായിട്ട്. അതായത് നിങ്ങളുടെ സാഹചര്യം, ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു പനി അടിച്ചു, പഠിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങളുടെ പഠനം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ തന്നെ ഒരു ടൈം കണ്ടെത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അവിടെ ഒരിക്കലും നിങ്ങൾ ഡൾ ആവരുത്. ഇന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ എൻ്റെ ഓർഡർ അങ്ങ് പോയി എന്ന് കരുതി നിങ്ങൾ അവിടെ നിങ്ങളെ ബാക്കിയുള്ള ദിവസം കൂടി നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ അത് വിട്ടിട്ട് എപ്പോഴും അടുത്തേക്ക് പോവുക, ഇല്ലെങ്കിൽ അത് ഒരുമിച്ച് മറ്റൊരു ദിവസം കുറച്ചുകൂടെ ടൈം എടുത്തുകൊണ്ട് അത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു 50 ദിവസം സ്റ്റഡി ടൈം ടേബിൾ ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക. അത് ഫോളോ ചെയ്യുക, ഉറപ്പാണ് നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും, മെയിൻസിലേക്ക് കുറേ ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ 50 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളിലേക്ക് കിടക്കാം. കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ്റെ PDF നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. 1ാം ദിവസം ഡേ 1 നമ്മൾ 3 സബ്ജക്റ്റാണ് പഠിക്കുന്നത്. ഒന്നാമത്തത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, കണക്കിലെ സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ പാർട്ട് 1 ആണ്. അതേപോലെ 2ാം സബ്ജക്റ്റ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് പാർട്ട് 1 ആണ്. സോ ഈ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചധികം പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏകദേശം 3 എപ്പിസോഡിലായിട്ട് 3 ദിവസമായിട്ട് നമുക്ക് പഠിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എൻട്രി ആപ്പിനകത്ത് അധ്യാപകർ എടുത്തിരിക്കുന്ന ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിനെ 3ആയിട്ടും 2ആയിട്ടും ഒക്കെ തരംതിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ എൻട്രി ആപ്പിൽ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. കാരണം അതിലുള്ള ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കുറേ പാർട്ടായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ട്സിലൂടെ ആ ഒരു ക്ലാസ്സുകളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യാം. നോർമലിൽ ജോയിൻ ചെയ്തിട്ട് ആ ക്ലാസ്സിൽ കണ്ടെത്തി നിങ്ങൾ പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഗോൾഡിലാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെൻറ്റർ ഡെയിലി സ്റ്റഡി പ്ലാനിലൂടെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 3ാമത്തെ നമ്മുടെ 1ാം ദിവസത്തെ വീഡിയോ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയും പ്രിയാമ്പിളുമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഇത്രയും കാര്യമാണ് 1ാം ദിവസം പഠിക്കുക. 2ാം ദിവസം നമ്മൾ പഠിക്കുന്നത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് 2ാം ഭാഗം, അതേപോലെ തന്നെ സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് 2ാം ഭാഗം, സ്പോർട്സിലെ
പദങ്ങളും അതിൻ്റെ എണ്ണം ട്രോഫികൾ, അതായത് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഓരോ ടേമുകൾ പീസ് ചോദിക്കാറുണ്ട്, ഓരോ കളികളിൽ ഓരോ ടേമുകൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എണ്ണം, ഇപ്പോൾ എത്ര പേരാണ് ഒരു കായിക ഇനത്തിൽ, ഫുട്ബോൾ കളിയിൽ എത്ര പേരുണ്ട്, അതേപോലെ തന്നെ ക്രിക്കറ്റിൽ എത്ര പേരുണ്ട്, അപ്പോൾ അങ്ങനെ ഓരോ കളിയിലെയും കായിക താരങ്ങളുടെ എണ്ണങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ രണ്ടാം ദിവസം നിങ്ങൾ ഈ പറയുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട് ടേംസുകൾ എന്തൊക്കെയുണ്ട്, അതേപോലെ തന്നെ ട്രോഫികൾ, ഇപ്പോൾ നമുക്കറിയാം എന്താണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓരോ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഓരോ ട്രോഫികളുണ്ടല്ലോ. അപ്പോൾ വേൾഡിലും ഇന്ത്യയിലും ഒക്കെ അറിയപ്പെട്ട പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ട്രോഫികളും ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ ഇവിടെ നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് സ്പോർട്സിൽ പഠിക്കേണ്ടത്. പദങ്ങൾ പഠിക്കണം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ കായിക താരങ്ങളുടെ എണ്ണങ്ങളുമായി ബന്ധപ്പെട്ട് ട്രോഫികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ പഠിക്കേണ്ടതാണ്. ഇതാണ് രണ്ടാം ദിവസം വരേണ്ടത്. ഇനി നമ്മൾ മൂന്നാം ദിവസത്തിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ 3 പിന്നീട് മലയാളത്തിലെ പദശുദ്ധിയാണ് അടുത്ത് വരുന്നത്. മൂന്നാമത്തെ നമ്മൾ പഠിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ IT വളരെ പ്രധാനപ്പെട്ടതാണ്, 5 മാർക്ക് ഷുവറായിട്ടും വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ കവർ ചെയ്യണം. ഇനി അടുത്ത 4-ാം ദിവസം നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് ഒന്നാമത്തെ എപ്പിസോഡ്, അതേപോലെ തന്നെ കളക്റ്റീവ് നൗൺസ് ആൻഡ് ചേഞ്ച് ഓഫ് ജെൻഡർ പഠിക്കുന്നു. പിന്നീട് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഈ 3 കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് നമ്മൾ എക്കണോമിക്സിൽ ഡേ 4 നമ്മൾ തുടങ്ങി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം 4 ദിവസം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ 5ാം ദിവസം എന്താണ്, നമ്മുടെ ഫസ്റ്റ് റിവിഷൻ ഡേ ആണ്. ഫസ്റ്റ് റിവിഷൻ ഡേയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ആഴ്ച 4 ദിവസമായിട്ട് പഠിച്ച കാര്യം കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അത് സബ്ജക്റ്റ് വൈസായിട്ട് റിവൈസ് ചെയ്യുക. 2020 അല്ലെങ്കിൽ 2023 ലേറ്റസ്റ്റോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെയോ ഓൾഡസ്റ്റോ ആയിട്ടുള്ള ഒരു ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഒന്നും അറിയത്തില്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പരിശീലിക്കുക. ഇതൊക്കെ എൻട്രി ആപ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം നിങ്ങൾ മുതലാക്കാൻ പറ്റുമെങ്കിൽ മുതലാക്കുക. ഇനി അടുത്തത് ഡേ 6 ആണ്. നമ്മൾ ഇതുവരെ 5 ദിവസം 3 ടോപ്പിക്ക് മാത്രം 3 സബ്ജക്റ്റ് മാത്രമേ നമ്മൾ എടുത്തോളൂ. അതെന്താണെന്ന് വെച്ചാൽ തുടക്കം തന്നെ ചിലപ്പോൾ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ ഒരു 3 സബ്ജക്റ്റിൽ ഒതുക്കിയിട്ട് നമ്മൾ 6-ാം ദിവസം തൊട്ട് നമ്മൾ 4 സബ്ജക്റ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ 5 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിതം വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഒരു 4 സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഡേ 6-ൽ നമ്മൾ ഒന്നാമത് നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പർ 2, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദെൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ഇവിടെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാർത്താണ്ഡവർമ്മ മുതൽ നമ്മളുടെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയും ടൈം ലൈനിലൂടെ നിങ്ങൾ പഠിച്ചു പോകുന്നത് വളരെ അത്യാവശ്യമാണ്. അതായത് നമുക്കറിയാം ഇപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നു, ഇവിടെ പണ്ടകശാലകൾ സ്ഥാപിക്കുന്നുണ്ട്, അഞ്ചുതൻ കലാപം നടക്കുന്നുണ്ട്, ആറ്റിങ്ങൽ കലാപം നടക്കുന്നുണ്ട്, അതേപോലെ കുളച്ചിൽ യുദ്ധം. അതെന്തായാലും നമ്മൾ മാർത്താണ്ഡവർമ്മ പഠിക്കും. നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ് ഒരു ഹോട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ മുതൽ നമുക്ക് ഇങ്ങനെ അറ്റം വരെ ശ്രീ ചിത്തിരനാൾ വരെയുള്ള രാജാക്കന്മാർ, അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ, അവരുടെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതായത് ഇപ്പോൾ ഇവൻ നമ്മൾ ചാന്നാർ ലഹള വരെ അവിടെ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ട്രാവൻകൂറിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ രാജാക്കന്മാരോടൊപ്പം തന്നെ അവരുടെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട വർഷങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും കൂടി നിങ്ങളൊന്ന് സഞ്ചരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമ്മളുടെ 7-ാം ദിവസം നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പർ 3, വാക്യശുദ്ധി, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ബ്യൂറോക്രസി, സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ്, അതേപോലെ തന്നെ നമ്മുടെ UPSC PSC എല്ലാം കൂടി അവിടെ നമ്മൾ കറക്റ്റ് വരുന്നുണ്ട്. അതുപോലെ ബ്യൂറോക്രസി, കഴിഞ്ഞ ഡിഗ്രി പരീക്ഷകളിലൊക്കെ തന്നെ ബ്യൂറോക്രസിയുടെ ഡെഫിനിഷൻസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ബുക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂറോക്രസിക്ക് ആ ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക. ഇനി 8-ാം ദിവസം നമ്മൾ പെർസെൻറ്റേജ്, മാത്സിലെ പെർസെൻറ്റേജ്, അതുപോലെ സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയും മലയാളം വൊക്കാബുലറിയും ഒരു പർട്ടിക്കുലർ ഡേയിൽ എടുത്ത് വെച്ച് പഠിച്ചു തീർക്കാനൊന്നും കഴിയില്ല. എന്നാലും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ എൻട്രി ആപ്പിനകത്ത് അധ്യാപകർ ചെയ്ത വീഡിയോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിനി എൻട്രി ആപ്പ് നോക്കി പഠിക്കുന്നില്ല, അല്ലാതെ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ എല്ലാ ദിവസത്തിലും നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഈവൻ സ്കൂൾ പാഠപുസ്തകത്തിൽ തന്നെ ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി ഉൾപ്പെടുന്ന നന്നായിരിക്കും. നമ്മുടെ എൻട്രി ആപ്പിൽ തന്നെ ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി ഡെയിലി വൊക്കാബുലറി ഉണ്ട്. അത് നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി വൊക്കാബുലറി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ,
ഇനി അടുത്തത് മൂന്നാമത്തെ നമ്മൾ മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മുഗൾസിനാണ്. മുഗൾ കാലഘട്ടത്തിലെ ആർക്കിടെക്ചേഴ്സ്, മുഗൾ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷൻസ്, റീഫോംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുഗൾ പീരീഡുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, മുഗൾ കാലഘട്ടത്തിലെ എഴുത്തുകാർ, മുഗൾ കാലഘട്ടത്തിലെ കലകൾ, മുഗൾ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ആർക്കിടെക്ചേഴ്സ്, ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് നാലാമത് കേരള റിവേഴ്സ് ആൻഡ് ഡാംസ് ആണ്. സോ നമുക്ക് കേരള ജോഗ്രഫിയിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ഒരു ചേരുംപടി ചേർക്കുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് കൂടുതലും കടന്നു വരുന്നത് ഈ റിവേഴ്സുമായി ബന്ധപ്പെട്ടും ഡാംസുമായി ബന്ധപ്പെട്ടുമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കേരളത്തിലെ കായലുകൾ കൂടി ഈ ഒരു ഭാഗത്ത് കവർ ചെയ്ത് പോകുന്നത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ കേരളത്തിലെ നദികൾ ഫുൾ നിങ്ങൾ നോക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് ഇവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കണം. ഒപ്പം തന്നെ ഡാമുകളൊക്കെ ഏത് നദികളിലാണെന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത നമ്മൾ 9ാം ദിവസത്തേക്ക് കടക്കുന്നു. പെർസെൻറ്റേജ് 2 ഒറ്റപ്പദം സ്പോർട്സ് ഇവൻറ്റ്സ് ആൻഡ് വെന്യൂസ്. വളരെ ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നൊരു ഏരിയയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് വിൻ്റർ ഒളിമ്പിക്സ് 2023 നടന്ന എവിടെ, 26 നടക്കാൻ പോകുന്നത് എവിടെ, അങ്ങനെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ്, വിൻ്റർ ഒളിമ്പിക്സ്, അതേപോലെ തന്നെ സമ്മർ ഒളിമ്പിക്സ്, പാര ഒളിമ്പിക്സ്, അതുപോലെ ഇന്ത്യയിലെയും കേരളത്തിലെയും അതേപോലെ തന്നെ ലോകത്തൊക്കെ നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസ്, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയിട്ടുള്ള സാഫ് ഗെയിംസ്, ഇതൊക്കെ തന്നെ അതിൻ്റെ വേദികൾ എവിടെയായിരുന്നു എന്നും ഇനി നടക്കാൻ പോകുന്ന വേദികൾ ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്ത നാലാമത്തത് നോർത്തേൺ മൗണ്ടെയിൻ ആൻഡ് പാസസ്. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് കടക്കുന്ന സമയത്ത് നോർത്തേൺ മൗണ്ടെയിൻ, ഹിമാലയൻ മൗണ്ടെയിൻസും കാര്യങ്ങളും ഒക്കെ കൃത്യമായി പഠിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ പാസസ്, ചുരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളും സംസ്ഥാനങ്ങളും കടന്നു പോകുന്ന സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇനി അടുത്തത് 10ാം ദിവസം നമ്മൾ വീണ്ടും 2ാം റിവിഷൻ ഡേ ആണ്. ആ ആഴ്ച അല്ലെങ്കിൽ ആ 5 ദിവസം 4 ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുന്നു. നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു, മോക്ക് എക്സാം എഴുതുന്നു. ഇനി അടുത്ത 11ാം ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് 1ാം ഭാഗം, എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് ഇംഗ്ലീഷ് 1ാം ഭാഗം, എക്കണോമിക് പ്ലാനിങ്, പ്രത്യേകിച്ച് നീതി ആയോഗിനെ കീറി മുറിച്ച് തന്നെ പഠിക്കണം. കറണ്ട് ആയിട്ടുള്ളതെല്ലാം നോക്കണം. ഇപ്പം നീതി ആയോഗ് നന്നായിട്ട് അവിടെ എക്കണോമിക്സ് എന്ന് വരുന്നൊരു ഭാഗമാണ്, അതിനെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ DPSP ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കഴിഞ്ഞ തവണ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കടന്നു വന്ന ഒരു ഏരിയയാണ് DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒക്കെ തന്നെ. അതുപോലെ നീതി ആയോഗിനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇനി 12ാം ദിവസം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് 2, എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് 2, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. മൊത്തം അരച്ച് കലക്കി പഠിക്കണ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠനം വേണം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് ആക്ട്സ്. അതായത് ഈ ബ്രിട്ടീഷ് പോളിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ നമ്മുടെ 1909 എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതേപോലെ തന്നെ 1919 മൊണ്ടാഗെ ചോംസ്ഫോർഡ്, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അത്തരത്തിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളും ഒപ്പം തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കി കുറേയധികം പോളിസീസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 1897 കലാപത്തിനൊക്കെ കാരണമായ പല കാരണങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാം സൈനിക സഹായ വ്യവസ്ഥയുണ്ട്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ചാൾസ് വുഡ്സ് ഡെസ്പാച്ച്, അത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ പോളിസീസുകളും അവരുടെ ആക്ട് മുഴുവൻ, അതുപോലെ അത് കൊണ്ടുവന്ന ആൾക്കാരെയും ഒക്കെ തന്നെ ഒന്ന് ഓടിച്ചിട്ട് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ബ്രിട്ടീഷ് പോളിസി ആക്ടിൽ കൊണ്ടുവരേണ്ടത്. അടുത്ത ഇനി 13ാം ദിവസം നിങ്ങൾ ആദ്യം സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് 3, സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IT സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ചോദിക്കുന്നുണ്ട് നന്നായിട്ട്. അതുപോലെ തന്നെ എർത്ത് സ്ട്രക്ചർ ആൻഡ് റോക്സ്. വേൾഡ് ജോഗ്രഫി വളരെ പ്രധാനമാണ്. ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് തന്നെയാണ്. അതിൽ വേൾഡ് ജോഗ്രഫിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് കൂടുതൽ കടന്നു വരിക. അപ്പോൾ എർത്ത് സ്ട്രക്ചർ, റോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. അതുപോലെ 14ാം ദിവസം നമ്മൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, വിപരീത പദം, പ്രിഫിക്സ്, സഫിക്സ്, ഫേമസ് സ്പോർട്സ് പേഴ്സൺസ് കേരള. അതായത് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ PT ഉഷയൊക്കെ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വോളിബോൾ പ്ലെയർ, നമ്മുടെ പേരിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവരൊക്കെ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്പോർട്സ് പേഴ്സൺസ് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ഈ കറണ്ടായിട്ട് നമ്മുടെ ഈ ആനുകാലികമായിട്ട് എന്തെങ്കിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കായിക താരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ നേട്ടങ്ങൾ, അവരെവിടെയാണ് അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചതെന്നൊക്കെയുള്ള
ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ PT ഉഷയെ കുറിച്ചാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ്, PT ഉഷ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പോയത്, ആദ്യത്തെ മെഡൽ നേടിയത്, അങ്ങനെയൊക്കെയുള്ള PT ഉഷയുടെ നേട്ടങ്ങൾ, അതേപോലെ കേരളത്തിൽ കായിക താരങ്ങളായിട്ട് ഫേമസ് ആയിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരുടെ നേട്ടങ്ങളൊക്കെ നന്നായി നിങ്ങൾ പോയിന്റ് ചെയ്യണം. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരാം. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ഞാൻ ഒറ്റ ഡേ ആയിട്ട് ഫേമസ് സ്പോർട്സ് പേഴ്സൺസ് കേരളം മാത്രം ഇട്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് കറണ്ടായിട്ട് പ്രാധാന്യമുള്ളവരെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക താരങ്ങളെ ഒന്ന് നോട്ട് ചെയ്യുക. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. അടുത്ത 15ാമത്തെ ദിവസം നിങ്ങൾ റിവിഷൻ ഡേ ആണ്. സബ്ജക്ട് വൈസ് റിവിഷൻ നടത്തുക, PYQ, അതേപോലെ തന്നെ മോക്ക് എക്സാം. ഇനി അടുത്ത് നമ്മൾ 16ാം ദിവസത്തേക്ക് കിടക്കുന്നു. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആർട്ടിക്കിൾസ്. ഇത് നമ്മുടെ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ആണ്. അതേപോലെ റിനൈസൻസ് ലീഡേഴ്സ്. റിനൈസൻസ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ആദ്യം തുടങ്ങേണ്ട ശ്രീനാരായണ ഗുരുവാണ്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ 2 പേരെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചത്. അത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും എല്ലാവരെയും പഠിക്കാൻ നിൽക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവരും പഠിച്ചു തീർക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിനൈസൻസിലെ ശ്രീനാരായണ ഗുരുവിനെ നന്നായിട്ട് നോക്കുക. പ്രത്യേകിച്ച് വർക്കുകളാണ് കൂടുതലും ചോദിച്ചത്. വർക്കുകളാണ്, ഇവരുടെ 2 പേരുടെയും വർക്കുകളാണ് കൂടുതൽ ചോദിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളി, ഇത്രയും പേരെ ഒരു ദിവസം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം 3 ഉള്ളൂ. അവിടെ 4 സബ്ജക്റ്റിലേക്ക് പോകാതെ ഇട്ടിരിക്കുന്നത് ഈ ഇത്രയും റിനൈസൻസ് ലീഡേഴ്സിനെ പഠിക്കാൻ ഇച്ചിരി പാടുള്ളത് കൊണ്ടാണ് അവിടെ 3 സബ്ജക്റ്റായിട്ട് ചുരുക്കിയത്. ഓക്കെ, യെസ്. അടുത്ത 17ാം ദിവസം നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ്, പര്യായം, സമാനപദം, മലയാളമാണ്. അറ്റ്മോസ്ഫിയർ, വിൻസ്, കാറ്റ്. കഴിഞ്ഞ തവണത്തെ ഹോട്ട് ഏരിയ ആണ്, നമ്മുടെ ജോഗ്രഫിയിലെ ഹോട്ട് ഏരിയ ആണ് കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ആൻഡ് വിൻസ് നന്നായിട്ട് തന്നെ നോക്കണം. അതുപോലെ തന്നെ 4ാമത് ഫേമസ് സ്പോർട്സ് പേഴ്സൺ ഇന്ത്യയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഈ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന കായിക താരങ്ങളെ ഒന്ന് നോട്ട് ചെയ്യുക. സച്ചിൻ ടെണ്ടുൽക്കർ ആവാം, കോഹ്ലി ആവാം, അതേപോലെ ക്രിക്കറ്റ് താരങ്ങളും ഹോക്കി താരങ്ങൾ, അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ മേഖലയിൽ പ്രശസ്തമായിട്ടുള്ള കുറച്ച് പേഴ്സൺസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. യെസ്. അടുത്ത 18 റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ, പര്യായം, സമാനപദം, 1857 വിപ്ലവം, 1857 റിവോൾട്ട്, ആർട്സ് ഫോംസ്, ഇന്ത്യ ആൻഡ് കേരള. അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ആർട്സ് ഫോംസ് ഉണ്ടായിരിക്കുമല്ലോ, ഓരോ സംസ്ഥാനങ്ങളിലെ, അത് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ കേരളത്തിലെ ആർട്സ് ഫോംസ് നന്നായിട്ട് നോട്ട് ചെയ്യുക. ഇന്ത്യയിലത് ഓരോ സംസ്ഥാനത്തുമൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് പോലെ ഒന്ന് നോക്കുക. കേരളത്തിലെ ആർട്സ് ഫോംസ് കൃത്യമായിട്ട് ഓരോന്നും എന്ത് ചെയ്യുക, ഇഴകേറി തന്നെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരെയും കൂടെ നോട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിലെ ആകുമ്പോഴത്തേക്ക് ഒന്ന് എന്ത് ചെയ്താൽ മതി, എല്ലാം വാരി വെച്ച് പഠിക്കാൻ നിൽക്കേണ്ട. ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട ആർട്സ് ഫോംസ് ഒന്ന് നോട്ട് ചെയ്താൽ മതിയാകും. കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് ഓരോ ആർട്സ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തരായ ആളുകളെയും കൂടി ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത 19ാം ദിവസം സീരീസ്, മാത്സിലെ സീരീസ്, അതേപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഹിമാലയൻ റിവേഴ്സ് മൊത്തം പഠിക്കണേ. ഈ റിവേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നദീതീര പട്ടണങ്ങൾ പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട ഡാമുകൾ പഠിക്കണം, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അല്ലാതെ പോകരുത്. റിവേഴ്സിൻ്റെ പ്രത്യേകത, റിവേഴ്സ് ഒഴുകുന്നത്, അതേപോലെ റിവേഴ്സിലെ പ്രധാനപ്പെട്ട ഡാമുകൾ, അതിൻ്റെ സിറ്റീസ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സ്പോർട്സ് അവാർഡ്സ് വിന്നേഴ്സ് വേൾഡ് ഇന്ത്യ, സ്പോർട്സിലെ അവാർഡ്സ് വിന്നേഴ്സ് വേൾഡ് ഇന്ത്യ കേരള. അതായത് കേരളത്തിലും ഇന്ത്യയിലെയും ലോകത്തിലെയൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന 2021, 22, 23 കാലയളവിലൊക്കെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ, വേൾഡ് കപ്പ് ക്രിക്കറ്റ്, അപ്പോൾ ഇതിലൊക്കെ വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഗോൾഡൻ ബൂട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവാർഡുകളും വിന്നേഴ്സും ഒക്കെ അവിടെ കേരളത്തിലെയും ഇന്ത്യയിലെയും വേൾഡിലെയും നിങ്ങൾ നോക്കുക. അടുത്ത ഡേ 20 വീണ്ടും നമ്മൾ റിവിഷനിലേക്ക് കടക്കുന്നു. ഇനി അടുത്ത 21 ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ നമ്മുടെ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, 5 ഇയർ പ്ലാൻസ്. 5 ഇയർ പ്ലാൻ ഞാൻ ഒറ്റ ദിവസമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് കൂടെ കൊണ്ടുവരാം. അപ്പോൾ ഒറ്റ ദിവസം തന്നെ തീർക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 5 ഇയർ പ്ലാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടലല്ല വേണ്ടത്. ഇപ്പോൾ ഇവൻ ഓരോ ഭാഗത്തും 1ാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമുക്കറിയാം കുറേയധികം സാധനങ്ങൾ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ 53 നമ്മുടെ UGC ഒക്കെ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിനകത്ത് ഓരോ വർഷങ്ങളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഹരിത വിപ്ലവം നടക്കുന്നു, അതേപോലെ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബൊക്കാറോയും അതും ഇതൊക്കെ വരുന്നത് അല്ലേ. അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ അതും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. റൂർക്കേല, ബൊക്കാറോ, ഇതെല്ലാം കൂടി അതിൻ്റെ ഭാഗമായിട്ട്, റൂർക്കേലയും അതേപോലെ തന്നെ ബൊക്കാറയും ഒക്കെ നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം. അത് പ്രത്യേകം പഠിക്കാൻ ഇവിടെ നമ്മൾ എടുത്ത് വെക്കുന്നില്ല. അത് 5 ഇയർ പ്ലാനിനകത്ത് ഇൻക്ലൂഡ് ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അതേപോലെ തന്നെ എത്ര ശതമാനം ഗ്രോത്ത് റേറ്റ് ഉണ്ടായി, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായത് എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള പോയിന്റുകളിലും കൂടി വേണം നിങ്ങൾ 5 ഇയർ പ്ലാനിനെ കണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പം 12 പഞ്ചവത്സര പദ്ധതികളെ കൃത്യമായിട്ട് തന്നെ ഈ പറഞ്ഞ പോയിന്റുകളിലൂടെ ഒരു തോട്ടിലൂടെ നിങ്ങൾ പോകണം. അതുപോലെ 4ാമത്തെ INCയും ഗാന്ധിജിയുമാണ്. അത്യാവശ്യം വൈഡ് ടോപ്പിക്കാണെന്ന് അറിയാം, പക്ഷെ നമുക്ക് നമുക്ക് സമയമില്ല, നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട സെഷനുകളും പ്രധാനപ്പെട്ട ആളുകളും പ്രധാന സെഷനുകളിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളത് മാത്രം നോക്കുക. എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സെഷൻസ് ഉണ്ട്, അത് മാത്രം നോക്കി നിങ്ങൾ വിടുക. പിന്നീട് ഗാന്ധിജിയിലൂടെ ഒന്ന് പോവുക. ഗാന്ധിജിയും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ് ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിന്നും കൂടെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമരങ്ങളിലേക്ക് കൂടെ ഒന്ന് സഞ്ചരിച്ച് പോവുക. ഓക്കെ, ഇനി അടുത്ത് 22-ാം ദിവസം നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് 2 പരിഭാഷ, അതേപോലെ തന്നെ നെറ്റ്വർക്ക്സ് ടൈപ്സ് ആൻഡ് ഡിവൈസ്. നെറ്റ്വർക്കിൻ്റെ ടൈപ്പുകൾ, നെറ്റ്വർക്ക് ടൈപ്പുകളും വേണം, അതുപോലെ ഡിവൈസസും പഠിക്കണം. ഇത് നന്നായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ ചോദിക്കുന്നുണ്ട് IT-യിൽ കേട്ടോ. അടുത്ത 4-മത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെന്റ്, അതുപോലെ അമെൻമെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ കവർ ചെയ്യണം. ഈ അമെൻമെന്റ്സ് എന്ന് പറയുമ്പോൾ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെൻമെന്റുകൾ, ഈ അടുത്ത കാലത്ത് വാർത്തയിൽ ഇടം പിടിച്ചിട്ടുള്ള എന്തെങ്കിലും അമെൻമെന്റ് ഉണ്ടെങ്കിൽ അത് അത്രയും കാര്യം നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ഡേ 23 ടൈം ആൻഡ് വർക്ക് പരിഭാഷ, മലയാളം പരിഭാഷ, ലോക്പാൽ ലോകായുക്ത ഗവൺമെന്റ്. ഓക്കെ, ലോക്പാൽ ലോകായുക്തയും ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാം. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണം. അവിടെ ജുഡീഷ്യറിയും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ളതിനും കൂടി ഉൾപ്പെടുത്തണം. ഞാനിവിടെ കൊടുത്തില്ല. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ അവിടെ അതും കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ 4-മത് ISRO ആണ്. ISRO ഒരു വൈഡ് സാധനമാണ്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ISRO ആണ്. അപ്പോൾ ISRO എന്ന് പറയുമ്പോൾ ISRO ഞാനിവിടെ 2ആയിട്ടാണ് ഇട്ടേക്കുന്നത്. 2 വട്ടം ഇട്ടിട്ടുണ്ട്. കാരണം ISROയുടെ തുടക്കം മുതൽ ISROയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ISROയുടെ വിക്ഷേപണങ്ങളൊക്കെ നിങ്ങൾ ISROയുടെ ഒന്നിൽ ഉൾപ്പെടുത്തുക. ISROയുടെ ചരിത്രം, ISROയുടെ മലയാളികൾ, അതുപോലെ തന്നെ ISROയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ, ISROയുടെ വിക്ഷേപണങ്ങളൊക്കെ നിങ്ങളവിടെ ഉൾപ്പെടുത്തുക. 2-മത്തെ ISRO പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെല്ലാം നന്നായിട്ട് പഠിക്കുക. ചന്ദ്രയാൻ 3 പ്രത്യേകിച്ച്. അപ്പോൾ ചന്ദ്രയാൻ ഈ അടുത്ത കാലത്ത് വിട്ട എല്ലാ സാധനങ്ങളും 2-മത്തേതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 2-മത്തേതിൽ പഠിക്കുക. ISRO 1 എന്ത് ചെയ്യുക, മലയാളികൾ, ISROയിൽ വന്നിട്ടുള്ള മലയാളികൾ, അതേപോലെ തന്നെ ISROയുടെ ആദ്യകാല വിക്ഷേപണങ്ങൾ, കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി 2-മത്തത് 24-ാം ദിവസം ഡേ 24 നമ്മൾ ടൈം ആൻഡ് വർക്ക് പരിഭാഷ, പെനിൻസുലാർ റിവേഴ്സ് മൊത്തം പഠിക്കണേ. റിവേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡാംസ് ഉൾപ്പെടുത്താൻ മറക്കരുത്, സിറ്റീസ് ഉൾപ്പെടുത്താനും മറക്കരുത്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ആൻഡ് അവാർഡ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുണ്ടല്ലോ, ഈ എഴുത്തുകാരും അവരുടെ അവാർഡുകൾ, ഇപ്പോൾ അതായത് എഴുത്തച്ഛൻ അവാർഡ്, അതൊരു 3 വർഷമെങ്കിലും പഠിക്കണം. 2021, 22, 23 പഠിക്കണം. അതുപോലെ ലേറ്റസ്റ്റ് അവാർഡ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 വർഷം പുറകോട്ട് പഠിക്കുക. അതുപോലെ തന്നെ എഴുത്തുകാരാരെങ്കിലും ഈ അടുത്ത കാലത്ത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ എഴുത്തുകാരാരെങ്കിലും ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 2017-ലോ 18-ലോ ഒക്കെ അവാർഡ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെ കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് അവാർഡ്സ് പ്രത്യേകം മറക്കരുതേ, അത് ഫുള്ള് നിങ്ങൾ കവർ ചെയ്യണേ. അടുത്ത് ഡേ 25-ൽ നമ്മൾ റിവിഷൻ നടത്തുന്നു, സബ്ജക്റ്റ് വൈസ് റിവിഷൻ നടത്തുന്നു, PYQ എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 26-ൽ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ്, സയൻസ്, ക്വസ്റ്റ്യൻ ടാക്സ്, ലാൻഡ് ഫോംസ്, പിന്നെ അതുപോലെ തന്നെ ലാൻഡ് ഫോംസ് വേൾഡ് ജോഗ്രഫിയാണ്. അതുപോലെ റിനൈസൻസ് 2, ഈ റിനൈസൻസ് 2-ൽ നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, പൊയ്കയിൽ യോഹന്നാന് പ്രാധാന്യം കൊടുക്കുന്നു, വാഗ്ഭടാനന്ദന് പ്രാധാന്യം കൊടുക്കുന്നു. ബാക്കി നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, ചില നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ചില നവോത്ഥാന നായകന്മാരുണ്ട്, അവരെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. ഇനി അടുത്ത ഡേ 27-ൽ നമ്മുടെ സ്ഥാനനിർണ്ണയ പരിശോധന, ഫ്രൈസൽ വെർബ്, ക്ലൈമറ്റ് ആൻഡ് നാച്ചുറൽ വെജിറ്റേഷൻ ഇന്ത്യയിലെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ പാർക്കുകളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അപ്പോൾ നാഷണൽ പാർക്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള വാർത്തകൾ ഇടം പിടിച്ചിട്ടുള്ളതാണെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നാച്ചുറൽ വെജിറ്റേഷനിൽ അവിടെ നിങ്ങൾ നമ്മുടെ നാഷണൽ പാർക്കുകൾ, അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇതെല്ലാം നിങ്ങളവിടെ നോട്ട് ചെയ്യണം. പിന്നെ ക്ലൈമറ്റ് നന്നായിട്ട് ചോദ്യം വരുന്നുണ്ട്. ഇനി 4-മത് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഈ ഒരു ഒറ്റ സാധനത്തെ എന്ത് ചെയ്തേക്കണം, നമ്മുടെ രാജാറാം മോഹൻ റോയ്, വിവേകാനന്ദ് തുടങ്ങിയ ആൾക്കാരെ മൊത്തം ഇൻക്ലൂഡ് ചെയ്തേക്കണം. വേറെ ഇനി ഒരു സമയം കളയരുത്. ഈ ഒരൊറ്റ ദിവസം സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് ഇന്ത്യയിൽ രാജാറാം മോഹൻ റോയ്, അതേപോലെ തന്നെ നമ്മുടെ വിവേകാനന്ദൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ നിങ്ങൾ പഠിച്ചു തീർക്കണം. ഇനി അടുത്തത് 28-ൽ ആവറേജ് ശൈലികൾ പഴഞ്ചൊല്ലുകൾ, ISRO 2 DRDO. ഈ ISRO 2-ൽ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത് ഞാൻ പറഞ്ഞു, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എല്ലാ മിഷൻസും പഠിക്കണം. പിന്നെ DRDOയും പഠിക്കണം. ഇനി 4-മത്തിൽ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഫേമസ് പേഴ്സണാലിറ്റീസ്. അതായത് നമ്മുടെ ഇവിടെ കലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള കലാമണ്ഡലം, അതുപോലെ അതിൻ്റെ നേതൃത്വത്തിലൊക്കെ വന്ന ആൾക്കാർ, കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ ചെയർമാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കേരള കലാമണ്ഡലം അതേപോലെ തുടങ്ങിയിട്ടുള്ള കുറേ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. കേരളത്തിൽ കലകളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളുടെ ആദ്യകാലത്തെ ചെയർമാന്മാർ, ഇപ്പോഴത്തെ ആൾക്കാർ, അതിൻ്റെ ആസ്ഥാനം, ഇതെല്ലാം നിങ്ങളവിടെ നോക്കിപ്പോണം. ഇനി അടുത്ത ഡേ 29
39 ആവറേജ് 2 ശൈലികൾ പഴഞ്ചൊല്ലുകൾ പഞ്ചായത്തി രാജ് കേട്ടോ. പഞ്ചായത്ത് രാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിളുകൾ ഉൾപ്പെടെ എന്തെല്ലാം പ്രധാനപ്പെട്ടുണ്ടോ അതെല്ലാം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ലീഡേഴ്സും നമ്മുടെ ഇന്ത്യയിൽ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കുറേ മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട് അല്ലേ. ഗാന്ധിജി പഠിക്കുന്ന സമയത്ത് INCയും ഗാന്ധിജിയും പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതേപോലെ തന്നെ നമ്മുടെ സിവിൽ ഡിസ്ട്രിബ്യൂഷൻ മൂവ്മെന്റും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ കവർ ചെയ്യണം. പക്ഷേ ഇവിടെ കവർ ചെയ്യേണ്ടത് എന്താ, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകളാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെയും അവരുടെ സംഘടനകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഭഗത് സിംഗ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നിങ്ങളിവിടെ കവർ ചെയ്ത് പോകണം. ഇനി അടുത്ത ഡേ 13 30 നമ്മൾ വീണ്ടും റിവിഷൻ ഡേ ആണ്. 6ാമത്തെ റിവിഷനാണ്. സബ്ജക്റ്റീവ് റിവിഷൻ നടത്തുക, PYQ എക്സാം നമുക്ക് എടുത്ത് ചെയ്യാം. 31 നമ്മൾ അനലോഗി, വേർഡ്, ആൽഫബറ്റ്, നമ്പർ ഇതിൻ്റെ മൂന്നിൻ്റെയും അനലോഗിയാണ്. അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ഇംഗ്ലീഷാണ്. സിനോണിംസ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നു. 4ാമത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, എക്കണോമിക്സിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതേപോലെ സിവിക്സിലും ഉണ്ട്. രണ്ടിടത്തും പ്രാധാന്യമുണ്ട്. ഒരു പരീക്ഷയ്ക്ക് തന്നെ ഡിഗ്രി പരീക്ഷയ്ക്ക് 2 ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതുവരെ നടന്ന എല്ലാ ഡിഗ്രി പരീക്ഷകളിലും കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഹോട്ട് ഏരിയ ആണ്. ഇത് നന്നായിട്ട് പഠിക്കുക. ഈവൻ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ വരെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അരിച്ച് കലക്കി വേണം ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സിൽ നോട്ട് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, നോട്ട് പഠിക്കാനായിട്ട്. യെസ്, നേരത്തെ നമ്മൾ ഡേ 32 ഓഡ് മാൻ ഔട്ട്, ടെൻസസ് ഇംഗ്ലീഷിലെ ടെൻസ്, അതുപോലെ തന്നെ ആൻറ്റോണിംസ്, പിന്നെ കേരളത്തിലെ പാസസ്, ക്ലൈമറ്റ്, കോസ്റ്റൽ ഏരിയ. കേരളത്തിലെ ചുരങ്ങൾ പഠിക്കണം, കേരളത്തിൻ്റെ ക്ലൈമറ്റ് പഠിക്കണം, കോസ്റ്റൽ ഏരിയാസ് പഠിക്കണം, നീണ്ടകര, അതുപോലെ തൃശ്ശൂർ, ഓരോ ജില്ല, പൊന്നാനി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട കുറേയധികം കോസ്റ്റൽ ഏരിയാസും അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഇത് നന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം ഇത് ചോദിക്കുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത 33 ദിവസം സംഖ്യാവലോകന പ്രശ്നങ്ങൾ, ടെൻസസ്, ഇന്റർനെറ്റ്, സെർച്ച് എഞ്ചിൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർനെറ്റും പഠിക്കണം, സെർച്ച് എഞ്ചിൻസ് അതിനകത്ത് പ്രത്യേകം പഠിക്കണം. അതുപോലെ തന്നെ ഓഷ്യൻസും വേരിയസ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈഡ് ഏരിയ ആണ്, എന്നാലും പഠിക്കാൻ തയ്യാറാവുക. അത് ഡേ 34 കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻ. എക്കണോമിക്സിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ എല്ലാ പരീക്ഷകളിലും റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പാണ്. അതായത് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, റിപ്പോ റേറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ. അപ്പോൾ റിസർവ് ബാങ്കിനെ നന്നായിട്ട് അങ്ങ് ലോക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ പ്രധാനമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, വിദ്യാഭ്യാസ കമ്മീഷൻ, ഇവനെയൊക്കെ പ്രധാനമായിട്ട് ലോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ച മലയാളികളായ ആൾക്കാരുണ്ട്, അവരുടെ ബുക്കുകളുണ്ട്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ അവിടെ പോയിന്റിൽ കൊണ്ടുവരിക. ഡേ 35 നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റിവിഷനിലേക്ക് വരുന്നു. ഡേ 36 ലോസ് ഓഫ് എക്സ്പോണൻസ്. 1ാമത്തത് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, അമേരിക്കൻ വാർ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മൾ ഇംഗ്ലീഷ് റവല്യൂഷൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാരണം സെലക്റ്റീവ് സ്റ്റഡി ആയതുകൊണ്ട് ഇംഗ്ലീഷ് റവല്യൂഷനിൽ കുറേ ചോദ്യങ്ങൾ നമ്മൾ കാണുന്നില്ല. ഏറ്റവും കൂടുതൽ ചോദ്യം അമേരിക്കയും ഫ്രഞ്ചും ഒക്കെയാണ് കാണുന്നത് കൊണ്ട് നമ്മൾ അമേരിക്കൻ വാറും ഫ്രഞ്ച് റവല്യൂഷനും നിങ്ങൾ ഈ ദിവസം പഠിക്കണം. എല്ലാ പോയിന്റും ഉൾപ്പെടുത്തണം. അടുത്ത 4ാമത്തത് നാഷണൽ പാർക്സ്, സാങ്ച്വറീസ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ, അതുപോലെ തന്നെ സാങ്ച്വറീസ്, ഇതൊക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, പക്ഷി സങ്കേതങ്ങൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ഡേ 37 ലോസ് ഓഫ് എക്സ്പോണൻസ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, എമർജൻസിയും ഇമ്പോർട്ടൻ്റ് ആണ്. എമർജൻസിയുടെ ചരിത്രം പോകണം, എമർജൻസിയുടെ ആർട്ടിക്കിളുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഇനി അടുത്തത് ലീഡേഴ്സ്, നാഷണൽ മൂവ്മെൻറ്റിൽ മറ്റുള്ള ലീഡേഴ്സ് ഉണ്ടല്ലോ, വനിതാ ലീഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പം സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ ദാദാഭായ് നവറോജി. അപ്പോൾ ഇവരിലൂടെ പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെൻറ്റിലെ ലീഡേഴ്സും അവരുടെ വർക്കുകൾ, അവരുമായി ബന്ധപ്പെട്ട ഇയേഴ്സ്, ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇതാണ് 37ാം ദിവസം. ഓക്കെ, അടുത്ത 38ാം ദിവസം നമ്മൾ ഫാമിലി റിലേഷൻസ്, സ്ത്രീലിംഗം, പുല്ലിംഗം പ്ലസ് വചനം, പിന്നെ അതുപോലെ യൂസ് ഓഫ് കൊറലേറ്റീവ്സ്, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽസിലൂടെ പോകണം, അത് സ്കൂൾ ടെക്സ്റ്റ് തന്നെയാണ് ബെസ്റ്റ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ. ഇനി ഡേ 39 ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഖാരിഫ്, റാബി, സെയ്ദ് വിളകൾ, ആ വിളകളുടെ പ്രൊഡക്ഷൻസ്. അതായത് ഇപ്പം നമ്മുടെ റൈസ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്, പഞ്ചസാരയിൽ, അതേപോലെ തന്നെ നമ്മുടെ കരിമ്പിൽ, അങ്ങനെ ഓരോ അഗ്രികൾച്ചറിൽ ഓരോ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ നോട്ട് ചെയ്യണം. ഇനി ഡേ 39 സെൻസ് ഓഫ് ഡയറക്ഷൻ, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്തിൽ, ഘടകപദം, അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് മൂവ്മെന്റ്സ് ആൻഡ് ലീഡേഴ്സ്, വെസ്റ്റേൺ ഗട്ട്സ് നോക്കണേ, നോട്ട് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വ്യക്തികളെ പോലും നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാം. അതുപോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്
മൂവ്മെൻറ്റ് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങൾ നടത്തിയ നേതാക്കന്മാരുണ്ട്, അവരുടെ ബുക്കുകളുണ്ട്. ഇതെല്ലാം അവിടെ ചോദ്യമായിട്ട് വരാം. ഇനി അടുത്ത നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ലീഡേഴ്സ് കേരള. കേരളത്തിലെ നാഷണൽ മൂവ്മെൻറ്റ് ലീഡേഴ്സ് ഉണ്ടല്ലോ, കെ കേളപ്പൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സി കേശവൻ, കെ പി കേശവമേനോൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ പഠിക്കണം, നാഷണൽ മൂവ്മെൻറ്റും പഠിക്കണം. ഓക്കെ, നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വേണം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമ്മുടെ വേലുത്തമ്പി ദളവ തൊട്ട് ഇങ്ങോട്ടേക്ക്, പാലിയത്തച്ഛൻ വേലുത്തമ്പി ദളവ തൊട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും നാഷണൽ മൂവ്മെൻറ്റും അവിടെ വെക്കുക. ഓക്കെ, യെസ്. അടുത്തത് ഡേ 40 ഈ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് KPCC സമ്മേളനങ്ങൾ, മലബാർ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനങ്ങൾ, അതുപോലെ മലബാർ കലാപം, ഇതെല്ലാം പഠിക്കണം കേട്ടോ. യെസ്. ഇനി അടുത്ത് ഡേ 40 നമ്മൾ റിവിഷൻ ചെയ്യുന്നു. പിന്നീട് 41 നമ്മൾ മെൻസുറേഷൻ, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, 4 റഷ്യൻ ആൻഡ് ചൈനീസ് റവല്യൂഷൻ, ഇത് പഠിക്കുന്നു. ഇനി ഡേ 42 മെൻസുറേഷൻ 4, അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ് ഓഫൺ കൺഫ്യൂസ്ഡ്, ടാക്സ്, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, ഇതെല്ലാം ഒന്നിച്ച് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ എക്കണോമിക്സ് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ഒന്നിച്ചിട്ടേക്കുന്നത്. കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ടാക്സ്, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി. ഇവിടെ ബഡ്ജറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ലേറ്റസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ നിന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിൽ ലേറ്റസ്റ്റ് ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്തെല്ലാം കണ്ടന്റുകൾ നിങ്ങൾക്ക് എടുക്കാമോ ആ കണ്ടന്റുകളൊക്കെ എടുക്കുക. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റും. ഓക്കെ, ഇനി അടുത്തത് 4 സിനിമ, ന്യൂസ് പേപ്പർ, മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമകൾ, അതായത് സിനിമയിലെ അവാർഡുകളും കാര്യങ്ങളും നോക്കിയാൽ മതി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സിനിമ ചരിത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങൾ, ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അറിഞ്ഞിരിക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വിടുക, കവർ ചെയ്യുക. 43 നമ്മൾ മെൻസുറേഷൻ 3, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ലാൻഡ് റീഫോംസ്. ഈ ലാൻഡ് റീഫോംസ് എന്ന് പറയുമ്പോൾ 2013 ലാൻഡ് റീഫോംസ് വരുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ കേരളത്തിലെ ലാൻഡ് റീഫോംസ് ചോദിക്കാം. കേരള ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തരം കേരളം രൂപീകരിച്ചതിന് ശേഷം ഇവിടെ ലാൻഡ് റീഫോംസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കർണാടകയിൽ ഈ അടുത്ത കാലത്ത് ഒരു ലാൻഡ് റീഫോംസുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്താ, ഭൂമിക എന്തൊരു, ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ലാൻഡ് റീഫോംസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്റ്റേറ്റുകൾ എന്തെങ്കിലും പോളിസികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദ്യമായിട്ട് വരാം. 2013 ലാൻഡ് റീഫോംസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ, കേരള ചരിത്രത്തിലുള്ള ലാൻഡ് റീഫോംസ്, അതൊക്കെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാം. ഇനി അതുപോലെ 4മത്തത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ, പൊളിറ്റിക്കൽ പാർട്ടീസിൽ കഴിഞ്ഞ തവണ ചോദിച്ചത് നമ്മുടെ ആം ആദ്മി പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകരിച്ച വർഷം, പൊളിറ്റിക്കൽ പാർട്ടിയുടെ വന്നതെന്തോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കറണ്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ട്രാൻസ്പോർട്ട്, റോഡ്, വാട്ടർ, നമ്മൾ ട്രാൻസ്പോർട്ടിലെല്ലാം ഉൾപ്പെടുത്തുന്നില്ല, മറിച്ച് നാഷണൽ ഹൈവേസ്, അതേപോലെ നാഷണൽ വാട്ടർ വേസ് തുടങ്ങിയവയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പോർട്ട് പഠിക്കുന്ന സമയത്ത് ഇത് കേരളവും ഇന്ത്യയോടെ ചേർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്തത് ഡേ 44 പ്രോഗ്രഷൻസ്, അതേപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചസ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് നന്നായിട്ട് പഠിക്കണേ. അതേപോലെ തന്നെ ഐക്യ കേരള മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കേരളം എന്ന സംസ്ഥാനം രൂപപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാലത്ത് സമ്മേളനങ്ങൾ നടന്നത് നമ്മുടെ കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം കേരളം തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നിട്ട് തിരുക്കൊച്ചി രൂപീകരണം, പിന്നീട് കേരളം മൊത്തത്തിൽ രൂപീകരിക്കപ്പെടുന്നു, ആദ്യകാല മന്ത്രിസഭ, ഇതെല്ലാം നിങ്ങൾ ഇവിടെ ഐക്യ കേരളത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അടുത്ത ഡേ 45 നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യുന്നു. ഇനി 46 നമ്മൾ ടൈം ആൻഡ് ആംഗിൾസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഹ്യൂമൻ റൈറ്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ. ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ലോകത്ത് സംഭാവന നൽകിയ അല്ലെങ്കിൽ അതുമായി പ്രവർത്തിക്കുന്ന കുറേ ഇന്ത്യക്കാരുണ്ടാവും, ഇന്ത്യൻ വനിതകളുണ്ടാവും. ഇവരെയൊക്കെ, അതുപോലെ സംഘടനകളുണ്ട്, ഇവരെയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. അവരുടെ ബുക്കുകൾ, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബുക്കുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് പ്രധാനികൾ എഴുതിയ ബുക്കുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ, പോക്സോ കേസുകളാണെങ്കിലും പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ അത്തരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം. സംഘടനകൾ നോട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വിമൻ ലീഡേഴ്സ്, സോഷ്യൽ പൊളിറ്റിക്കൽ കേരള, അതായത് കേരളത്തിൽ രാഷ്ട്രീയത്തിലും സാമൂഹിക നമ്മുടെ നവോത്ഥാനത്തിലും പങ്കുകൊണ്ട വനിതകളുണ്ട്. ആ വനിതകൾ അക്കമ്മ ചെറിയാനായിക്കോട്ടെ, ആര്യ പള്ളമായിക്കോട്ടെ, പാർവതി നെന്മേനിമംഗലം ആയിക്കോട്ടെ, അതേപോലെ കാർത്യായനി അമ്മ ആയിക്കോട്ടെ, അങ്ങനെയുള്ള വനിതാ നേതാക്കളെ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ 47 നമ്മൾ ടൈം ഇൻ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അതുപോലെ കോൾഡ് വാർ അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു ലോക ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് കോൾഡ് വാർ. അതുപോലെ തന്നെ UN ആൻഡ് അതർ ഓർഗനൈസേഷൻ. അപ്പോൾ UNലെ ഇന്ത്യയുടെ സ്ഥാനപതികൾ ആരൊക്കെ, ഇന്ത്യ ആരെങ്കിലും ഇപ്പോൾ കറണ്ടായിട്ട് എന്തെങ്കിലും UNൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ, അതുപോലെ UN ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഫലസ്തീൻ, നമുക്കറിയാം ഫലസ്തീൻ ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട്, അതുപോലെ മറ്റ് യുദ്ധങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത 48
ഡേറ്റ് ആൻഡ് കലണ്ടർ, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, കോമൺ അബ്രിവേഷൻസ്. അപ്പോൾ അത്രയും നമ്മൾ മാത്സും ഇംഗ്ലീഷും മാത്രമാണ് 48 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 49 ക്ലറിക്കൽ എബിലിറ്റി, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ദെൻ കൾച്ചർ, ബോട്ട് റേസ്, അതായത് കേരളത്തിലെ വള്ളംകളി സംസ്കാരം ഉണ്ടല്ലോ, വള്ളംകളികൾ, അതും കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ, ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതേപോലെ തന്നെ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് നിങ്ങൾക്ക് അവിടെ എടുക്കാം. അതായത് കാർഷിക ദിനം, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ആഘോഷങ്ങൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക സംഭവങ്ങളൊക്കെ ഉള്ളത്, അതുമായി ബന്ധപ്പെട്ട് എന്തും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂട്ടാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ 49 ദിവസം പഠിക്കുന്ന. 50-ാം ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഒന്നുകൂടെ റിവിഷൻ ചെയ്യുന്നു. നമ്മൾ ആ ദിവസത്തെ മൊത്തം, ആ ആഴ്ചയിലെ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മളവിടെ ഡേ 51 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിവിഷനാണ്, ഫുള്ളി സബ്ജക്റ്റ് വൈസ് റിവിഷനാണ്. അപ്പോൾ ഡേ 51 നമ്മൾ ആദ്യം സിമ്പിൾ അരിത്തമെറ്റിക് റിവിഷൻ ചെയ്യുന്നു, ഇംഗ്ലീഷ് ഗ്രാമർ റിവിഷൻ ചെയ്യുന്നു, സിവിക്സ് ഫുള്ള് റിവിഷൻ ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ ചെയ്യുന്നു. 52-ാം ദിവസം നമ്മൾ മെൻ്റൽ എബിലിറ്റി റിവിഷൻ ചെയ്യുന്നു, ഇംഗ്ലീഷ് വൊക്കാബുലറി റിവിഷൻ ചെയ്യുന്നു, എക്കണോമിക്സ് റിവിഷൻ ചെയ്യുന്നു, ബേസിക് കമ്പ്യൂട്ടർ റിവിഷൻ ചെയ്യുന്നു, സയൻസ് ആൻഡ് ടെക്നോളജി റിവിഷൻ ചെയ്യുന്നു. 53-ാം ദിവസം നമ്മൾ മലയാളം റിവിഷൻ ചെയ്യുന്നു, ഹിസ്റ്ററി റിവിഷൻ ചെയ്യുന്നു, ജോഗ്രഫി റിവിഷൻ ചെയ്യുന്നു, ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ റിവിഷൻ ചെയ്യുന്നു. ഇതോടുകൂടി നമ്മുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിനിടയിലൂടെ നിങ്ങൾ മാക്സിമം എക്സാമുകൾ എഴുതുക, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുക. ഇതൊന്നും എഴുതാതെ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് ധാരണയിൽ പോയാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റും. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെ മാക്സിമം പരിശീലിക്കാതെ, നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം എടുത്തു പറയുകയാണ്, ഇത് പ്രിലിംസ് പരീക്ഷയാണ്. വെറുതെ നെഗറ്റീവ് അടുപ്പിക്കാതെ നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങളോടെ സഞ്ചരിക്കുക. നിങ്ങൾ പഠിച്ചു വെച്ചതിനെ ഉപയോഗിച്ച് വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം പരിശീലിക്കണം, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപകാരപ്പെടട്ടെ, നിങ്ങൾ ഇതിലൂടെ രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയുകയാണ്, നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻട്രിയുടെ ഗോൾഡിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.